ആൻഡോ അഗസ്റ്റിൻ അവഗണിച്ചോ പാർട്ടി? ഒരു മനുഷ്യൻ്റെ പുരുഷായുസ് മുഴുവൻ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ജി സുധാകരൻ എന്ന് പറയുന്നത്. സ്വന്തം അനുജൻ്റെ ജീവൻ ഈ പാർട്ടിക്ക് വേണ്ടി കൊടുത്ത ഒരാളാണ് ഈ മനുഷ്യൻ. ഇത്രയും നാളും ജീവിച്ചിട്ട് ഒരു അഴിമതിയുടെ കറ പുരളാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായ സർക്കാരുകളിൽ വെച്ച് ഏറ്റവും നല്ല മന്ത്രിയാണ്, ഏറ്റവും നല്ല മന്ത്രിയായി പ്രവർത്തിച്ച ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം 2016 PWD മന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇത്രയധികം റോഡുകളും പാലങ്ങളും പണിതൊരു മന്ത്രി ഉണ്ടാവില്ല. കാരണം അത്രയധികം പുതിയ പ്രൊജക്റ്റുകൾ, ആ പുതിയ പ്രൊജക്റ്റുകളിൽ ഒരു 80% പൂർത്തിയാകുന്ന രണ്ടാമത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ കൂടെ വലിയ ഇപ്പോൾ ഞാൻ ഈ കുട്ടനാട് റോഡിൻ്റെ വികസനം, അവിടുത്തെ കുട്ടനാട് കുടിവെള്ള പ്രശ്നം, അരുൺ സാർ നേരത്തെ പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ പ്രശ്നം, അതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദീർഘകാലം ആയിട്ട് ആലപ്പുഴയുടെ ജനങ്ങൾ അനുഭവിച്ച വിഷയങ്ങളെ മനസ്സിലാക്കി ചെയ്ത പ്രൊജക്റ്റുകളാണ്. അതൊക്കെ ദീർഘവീക്ഷണത്തോടുകൂടി കൊണ്ട് ചെയ്ത പ്രൊജക്റ്റുകളാണ്. PWD മന്ത്രിയായിരുന്ന കാലത്തുണ്ടാകുമെന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തെ പേടിക്കാത്ത ഒരു PWD ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. കാരണം അഴിമതി ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ തല അപ്പത്തെറിക്കുമെന്നുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും അറിയായിരുന്നു. കാരണം ആരെടുത്തും പോയി ഇദ്ദേഹത്തെ പോയി ന്യായീകരിക്കാൻ കഴിയില്ല. ഈ ഒരു അഴിമതിക്കാരൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ രക്ഷിക്കാം എന്നുള്ളത് ഒരു രക്ഷയും അവരുടെ അദ്ദേഹത്തിന് നടക്കില്ല എന്നറിയാവുന്ന ഏക മന്ത്രിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇത്രയും ഒരു പരിധിപ്രജ്ഞനായ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇതുപോലെ CPM പോലെ ഒരു പാർട്ടി, CPM സംബന്ധിച്ചിടത്തോളം വിഭാഗീയത ഇല്ലാത്ത പാർട്ടിയൊന്നും അല്ലല്ലോ. എല്ലാ കാലത്തും വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. ഓരോ വർഷത്ത് ഓരോരുത്തർ മാറിയൊക്കെ നിന്നിട്ടുണ്ട്. അത് മുതിർന്ന നേതാവ് തുടങ്ങി ഈ ചെറിയ നേതാക്കന്മാർ വരെ അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നുണ്ട്. അതാ പാർട്ടിയുടെ ശൈലി, പാർട്ടിയുടെ സംവിധാനമാണ്. പക്ഷേ ആരും പാർട്ടിക്കെതിരായി വരാറില്ല. കാരണം വിഭാഗീയത ഉണ്ടെങ്കിൽ കൂടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അത് മുന്നോട്ട് പോവുകയും അല്ലാതെ പുറത്ത് വന്നിട്ട് വലിയ വെല്ലുവിളി നടത്തി പാർട്ടിക്കെതിരെ ചെയ്യാറോ ഇല്ല. ഞാൻ ജി സുധാകരനെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അയാൾ വളരെ സെൻസിറ്റീവാണ്. വളരെ സെൻസിറ്റീവായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സത്യം പറഞ്ഞാൽ MA ബേബിയുടെ PR സുനിൽ പറഞ്ഞാൽ അധ്യാപകനായിരുന്ന ഒരാളാണ്. അപ്പം MA ബേബി നേരിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ വീട്ടിൽ വന്ന് അദ്ദേഹത്തെ കാണുന്നുണ്ട്. MA ബേബി സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം നേരിട്ട് വീട്ടിൽ വന്ന് കാണുന്നുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് സെൻസിറ്റീവായി എന്ന് പറയാൻ കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രാഞ്ച് കമ്മിറ്റി വർത്തമാനം പറഞ്ഞാൽ, കാരണം പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി തുടങ്ങി മുഖ്യമന്ത്രി തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ അടുപ്പം പുലർത്തുമ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോക്കൽ ഒരു നേതാവ് അദ്ദേഹത്തെ മോശം പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായി കാണുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റുമോ എന്ന് ചോദിച്ചാൽ ജി സുധാകരൻ അങ്ങനെയാണ്. അത് എല്ലാവരും മനസ്സിലാക്കിക്കോളും. അദ്ദേഹം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ അരുൺ സാർ നേരത്തെ പറഞ്ഞാൽ ഏൽപ്പിച്ച് ഏതെങ്കിലും ഒരു പണി മോശമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇദ്ദേഹം ആ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ളത്. എനിക്ക് ഈ 2 ടേം വ്യവസ്ഥയിലോട് ഒരു എതിർപ്രായമുള്ള ആളാണ്. ഞാൻ പറയുന്നത് രണ്ടാം നിര നേതാക്കന്മാർ വരരുത് എന്ന് പറയുന്ന ഒരാളേ അല്ല. അത് രണ്ടാം നിര നേതാക്കന്മാർ വരണ്ട എന്നുള്ളതല്ല. ഞാൻ ചോദിക്കുന്നത് ഈ പാർലമെൻ്ററി മോഹത്തിലോട് കൂടിയിട്ടൊന്നല്ലല്ലോ നേതാക്കന്മാരെല്ലാം CPM പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരാളും അങ്ങനെയല്ല. വളരെ ചുരുക്കം ചർച്ച ആൾക്കാർ പാർലമെൻ്ററി പ്രവർത്തനത്തിന് വേണ്ടി പാർലമെൻ്ററി സ്ഥാനങ്ങൾ കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാവാം. പക്ഷേ ഒരു 90% ആൾക്കാരും അങ്ങനെയല്ല. പാർട്ടി പ്രവർത്തനം, പാർലമെൻ്ററി പ്രവർത്തനം ഒക്കെയാണ്. ഈ 75 ടേം നടപ്പിലാക്കിയത് BJP അല്ലല്ലോ പാർട്ടിയിൽ. കാരണം കേരളത്തിൽ പോലെ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് കഷ്ടപ്പെട്ട് പാർട്ടിക്ക് വേണ്ടി ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച് മുണ്ടുമുറുക്കി കൊടുത്ത് പിരിവെടുത്ത് പാട്ടപ്പിരിവ് നടത്തി വക്കറ്റ് പിരിവ് നടത്തി ജീവിച്ച് സ്വന്തം കുട്ടികളെയും മക്കളെയൊക്കെ അധ്വാനിച്ച് പഠിപ്പിച്ച് ഒക്കെ വളർത്തി കയർ തൊഴിലാളികളും വീടി തൊഴിലാളികളും ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ വളർന്ന് അതിൽ നിന്ന് പാർട്ടി പ്രവർത്തനം നടത്തി ഈ അടിയന്തരാവസ്ഥ കാലത്തും മറ്റുള്ള ഇടികളൊക്കെ കൊണ്ട് വളർന്നു വന്ന പാർട്ടി നേതാക്കന്മാർ 75 വയസ്സാകുമ്പോഴത്തേക്ക് 82ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായത് VS അച്യുതാനന്ദനാണ്. ഒന്ന് ഓർക്കണം. 80ാമത്തെ വയസ്സിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അങ്ങനെയുള്ള അവരുടെ ഒപ്പം നിന്ന ആൾക്കാരെയെല്ലാം ഈ 75ാമത്തെ വയസ്സിൽ നിങ്ങൾ ഇനി വീട്ടിൽ പോയിരുന്ന പരിപാടിയെല്ലാം നിർത്തിക്കോളൂ എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ അദ്ദേഹത്തോട് പറയുന്നത് ജില്ലാ കമ്മിറ്റിയിൽ പോലും ഉൾപ്പെടുത്താൻ പറ്റില്ല, സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോയി അഭിഭാഷക പരിഷത്തിൻ്റെ മെമ്പർഷിപ്പിൽ വർക്ക് ചെയ്യാൻ പറയുന്ന ശൈലിയോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അതിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി ഇങ്ങനെയല്ല ശൈലി എന്നുള്ളതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഒരു സാധാരണ ലേമാൻ എന്നുള്ള നിലയ്ക്ക്, സാധാരണ പ്രവർത്തനം എന്നുള്ള ഒരു പൊതുപ്രവർത്തകരോ പുറത്തു നിന്ന് നോക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇത് അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുവരൊക്കെ എന്ത് ചെയ്യുന്നേ? 85ാമത്തെ വയസ്സിൽ ബുദ്ധിയും കഴിവെല്ലാം ശോഷിച്ചു പോയി എന്ന് വിചാരിക്കണം. അദ്ദേഹത്തിന് പ്രായം 75 കഴിഞ്ഞ നിങ്ങൾക്കറിയാലോ നമ്മുടെ തോമസ് ഐസക്, TM തോമസ് ഐസക് എന്ന് പറയുന്ന കേരളത്തിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഒരു ധനമന്ത്രിയായിരുന്ന ആൾ, ഇത്രയും കഴിവുള്ള ഒരാൾ, കിഫ്ബി പോലെ ഒരു പ്രൊജക്റ്റ് വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വിജയിപ്പിച്ചു കൊടുത്ത ഒരാൾ, എന്നാൽ കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയ ആളാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ 75ാമത്തെ വയസ്സിൽ പറയാണ് നിങ്ങൾക്ക് 75
വയസ്സായി നിർത്തിക്കുള്ളൂ മാറിയുന്നുള്ളൂ എന്ന് പറയുകയാണ്. ഇതിനേക്കാളും വലിയൊരു നേതാവ് ഇതിനേക്കാളും വലിയ പ്രാപ്തിയുള്ള ഒരു നേതാവ് ജി സുധാകരൻ മാറി നിൽക്കുകയാണ്. AK ബാലനെ പോലെ പിന്നെ ഒരു പ്രാഗൽഭ്യമുള്ള ഒരു നേതാവ് മാറി നിൽക്കാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ പറയും ഇവരൊക്കെ 75 വയസ്സ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഈ മനുഷ്യൻ്റെ അനുഭവ സമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം 75 വർഷവും 70 വർഷവും കിട്ടുന്ന ഒരു സമ്പത്തുണ്ടല്ലോ, അത് ജനിച്ചപ്പം ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തുടങ്ങിയ പരിപാടിയാണത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ പരിപാടി തുടങ്ങി അന്ന് തുടങ്ങിയുള്ള അനുഭവ സമ്പത്ത് ഈ പറഞ്ഞ DYFന്റെ SFIന്റെ നേതാക്കന്മാർക്കുണ്ടോ? ഈ 25 വയസ്സ് 30 വയസ്സ് ആൾക്കാർക്കുണ്ടോ? ഈ അനുഭവ സമ്പത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇതാണ് തൊഴിലാളി വർഗ പാർട്ടി പറയാൻ പറ്റുന്നത്. ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അതായത് മുകളിലിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് എങ്കിൽ ഈ SFIയുടെ കുട്ടികൾ ഈ പാർട്ടിയുടെ ഈ SFIയിലെ കുട്ടികൾക്കും DYFയിലെ കുട്ടികൾക്കും വളർന്നു വരുന്ന മന്ത്രിമാർക്കും അല്ലെങ്കിൽ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർക്കൊക്കെ AKG സെന്ററിൽ ഇരുന്ന് അഭിപ്രായം പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തിയുള്ള നേതാക്കന്മാരെ അവരൊക്കെ അല്ലേ? അവരോടാണ് നിങ്ങൾ പറയുന്നത് ആലപ്പുഴ പോയിരുന്നോളൂ, നിങ്ങൾ പത്തനംതിട്ട പോയിരുന്നോളൂ, നിങ്ങൾ പാലക്കാട് പോയിരുന്നോളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ അറിയോ, എവിടെയാണോ ഒരു നേതാവ് എന്ന് പറയുന്ന സാധനം പൊട്ടിമുളച്ച് വരില്ലാന്ന്. ഒരു ദിവസം രാവിലെ നേതാവ് ഇപ്പം രാജീവ് ചന്ദ്രശേഖരനല്ലോ കേരളത്തിലെ CPM നേതാക്കന്മാർ 15 വർഷം മുന്നേ രാഷ്ട്രീയ സംസ്ഥാന പ്രസിഡന്റാകുന്ന ശൈലിയല്ലല്ലോ. ഇതെന്ന് പറയുന്നത് വളരെ താഴേക്കടയിൽ നിന്ന് കഷ്ടപ്പെട്ട് വളർന്ന് ഒരു പാവപ്പെട്ടവൻ്റെ ജീവിതശൈലി എന്താണ്, ഒരു മത്സ്യത്തൊഴിലാളിൻ്റെ ജീവിതശൈലി എന്താണ്, വീടി തൊഴിലാളിൻ്റെ ജീവിതശൈലി എന്താണ്, ഒരു സാധാരണക്കാരൻ്റെ പാവങ്ങളുടെ ജീവിതശൈലി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും ഈ പറയുന്ന സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാരാണ്. കാരണം ഇന്നത്തെ പിള്ളേർ അങ്ങനെയല്ലായിരുന്നു. ഇപ്പം CBSE കോളേജ് പഠിച്ച് CBSE സ്കൂളിൽ പഠിച്ച് പുറത്തിറങ്ങി കാരണം ഞാൻ ഇടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഇനിയൊരു പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കൂടെ വന്നാലുണ്ടല്ലോ 5 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ 5 വയസ്സ് 2016 കുട്ടി ഈ 2031 ആകുമ്പോൾ 20 വയസ്സാവും. മനസ്സിലായോ? 20 വയസ്സ് വോട്ടിംഗ് പെർസെൻറ്റിലേക്ക് ലെവലിലേക്ക് എത്തും. അദ്ദേഹത്തിന് ഇതിന് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത് നടന്നു. അതിന് മുൻപത്തെ AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല. അറിഞ്ഞിട്ടില്ല. കാരണം അതൊന്നും മനസ്സിലാക്കാത്ത ശൈലിയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നതെന്ന് ഓർക്കണം. അപ്പോഴാണ് ഇതുപോലെയുള്ള പ്രാഗൽഭ്യമുള്ള നേതാക്കന്മാരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ഇത് 2 ടേമാണ് 3 ടേമാണ് 75 വയസ്സ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിൽ BJPക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്നേ, ഇന്ത്യയിൽ BJPക്ക് നടപ്പിലാക്കാൻ പറ്റും. വളരെ ഈസിയാണ്. കാരണം ഇത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ടെന്താ അവിടെയും ഇത് നടപ്പിലാക്കുന്നില്ല കേട്ടോ. അവിടെയും നരേന്ദ്രമോദി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ 75 ആകുമ്പോൾ കാണാം നമുക്ക് 75 അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾക്ക് എല്ലാം 100% ശരിയാണെന്ന് ഒരു മനുഷ്യനും വിചാരിക്കാൻ പാടില്ല, ഒരു പാർട്ടിയും വിചാരിക്കാൻ പാടില്ല. 100% ശരിയാവില്ലല്ലോ. പാർട്ടിക്ക് തെറ്റുപറ്റാൻ പാടില്ലേ, മനുഷ്യന് തെറ്റുപറ്റാൻ പാടില്ലേ? തെറ്റുപറ്റിയ തിരുത്തണമെന്നേ. ഇപ്പം എന്താ 2 ടേം എടുത്ത് മാറ്റിയേ? വിജയം കാരണം അടുത്ത ഇലക്ഷൻ അധികാരത്തിൽ വരണം, അപ്പോൾ വിജയിപ്പിക്കണം. ഈ 2 ടേം എടുത്ത് മാറ്റിയതുപോലെ ഈ പറയുന്ന 75 വയസ്സ് കഴിഞ്ഞ ഞാൻ പറയും ഇപ്പം ഒരു മനുഷ്യന് ഓർമ്മശക്തി കുറവുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം പറയുന്നതിനകത്ത് അത്തുബിത്തുണ്ട്, സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല, അതിലൊക്കെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മാറ്റി നിർത്താം. അദ്ദേഹത്തിന് ശബില അവിടെയും ക്ഷണിതാവെന്ന്. കാരണം അദ്ദേഹത്തിന് ഈ വർഷത്തെ ഞാൻ പറയുന്നത് എന്തിനാണ് നമ്മൾ ഈ ഈ ഇദ്ദേഹത്തിന് കിട്ടിയ വെള്ളാപ്പള്ളിക്ക് കിട്ടിയ പത്മഭൂഷണും ഒക്കെ എന്തിനാ കൊടുക്കുന്നത്? അദ്ദേഹം ആ ജീവിതശൈലി വെള്ളാപ്പള്ളിക്ക് ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ. അല്ല ഞാൻ കൊടുത്തത് അത് വേറെ കാര്യം അല്ല. ഞാൻ പറഞ്ഞത് പത്മഭൂഷൺ വിട്ടാത്തോണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ജീവിതശൈലിക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. ഈ അംഗീകാരം കൊടുക്കുന്നത് എവിടെ? പാർട്ടിയാണ്. അതിനാണല്ലോ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ക്ഷണിതാവായി വെച്ചുകൂടെ. ക്ഷണിതാവായി വെച്ചാൽ അദ്ദേഹം അത് തലയിലെടുത്തുകൊണ്ട് വെച്ച് പോകുന്നൊന്നുമില്ലല്ലോ. 75 വർഷം ഒരു പുരുഷായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളെ ക്ഷണിതാവാക്കി വിചാരിച്ചാൽ ഒരു 5 ക്ഷണിതാവ് കൂടി എന്ന് വിചാരിച്ചാൽ ഈ പാർട്ടിക്ക് 15 18 എന്നുള്ളത് 22 ചെലവേ ഉള്ളൂ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പാർട്ടി തിരുത്തലൊക്കെ എപ്പോഴും നടത്തുക. പാർട്ടി സെക്രട്ടറിയാണ്, സംസ്ഥാന അധ്യക്ഷനാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്, ഞാൻ നാഷണൽ സെക്രട്ടറി എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അണികളെ കൂടെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല ഏത് പാർട്ടിയായാലും അവസ്ഥ തന്നെയായിരിക്കും. Meet the editors.